ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് 3 ക്യാരറ്റും ഒരു ബീറ്റ്റൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഇതിന്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം. നല്ല റിസൾട്ടാണ്. ഞാനിപ്പോൾ ഇത് രണ്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 300 ml വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഇത് ഉണ്ടാക്കാനായിട്ട്. അത് ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഇപ്പോൾ ഓൺ ചെയ്യുന്നില്ല, കാരണം ഇതിലേക്ക് ബീറ്റ്റൂട്ടും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1 hour അങ്ങനെ തന്നെ അടച്ച് വെക്കണം. അത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. 1 മണിക്കൂറിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം തിളയ്ക്കാൻ വേണ്ടി വയ്ക്കുക. നല്ലോണം ആവട്ടെ. എനിക്കിതൊരു അരമണിക്കൂറിനും കൂടുതൽ എടുത്തിട്ടുണ്ട് ഇത് ശരിയാവാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഇതിലുള്ളത് നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്രിസ്പി പോലെയാവും. കരിഞ്ഞു പോരുത്. അപ്പോൾ അതുപോലെ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. എനിക്കതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് 1 hourന് ശേഷം. ഞാനിവിടെ രാത്രിയാണ് ഉണ്ടാക്കിയത്. പിറ്റേ ദിവസമാണ് ഞാനിത് തുണിയിൽ അരിച്ച് പിഴിഞ്ഞെടുക്കുന്നത്. കിഴി പോലെ കെട്ടിയിട്ട് ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു പാത്രത്തിലേക്കാണ് ഞാൻ ആദ്യം മാറ്റിയത്. അതിൽ നിന്ന് പിന്നെ ബോട്ടിലിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അടിപൊളി റിസൾട്ടാണ്. 1 month കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. ഞാനിപ്പോൾ ബോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഒരു ഫേസ് വാഷിൻ്റെ പഴയ ബോട്ടിലാണ്. അതിലേക്കാണ് ഞാൻ മാറ്റുന്നത്. അങ്ങനെ എനിക്ക് 2 ബോട്ടിലും ഇത് കാലിലും കയ്യിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം. അപ്പോൾ ബൈ.